നിറങ്ങൾ കുഞ്ഞു മനസ്സിൻ വർണ്ണനകൾ വരകൾ കൈവിരൽ തുമ്പിലെ ആദ്യാക്ഷരങ്ങൾ. എന്റെ മോളെ ഞാൻ വെട്ടുന്ന കളിക്കല്ല മോളെ. അമ്മ പറഞ്ഞു കേട്ടില്ല, ബെട്ടിന്ന് കളിക്കല്ല. എന്റെ മോളെ എന്നോടവിടെ വരക്കല്ലാന്ന് പറഞ്ഞില്ലേ? എന്റെ മോൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞോടവിടെ വരക്കല്ലാന്ന്. മോളെ അമ്മ പറഞ്ഞത് കേട്ടില്ല, അവിടെ വരക്കല്ലേ. കത്തി മാറ്റടി. ഹലോ, ആരാ? അല്ല ഞാൻ ആരോ ആയിക്കോട്ടെ. ഈ ചെറിയ കുട്ടികളോട് ഇങ്ങനെ നോ നോ എന്ന് പറയുമ്പോൾ മോളെ ലയേ ഇങ്ങ് വാ. ആരോ വന്ന് എന്തൊക്കെയോ പറയുന്നു. മാഡം ഞാൻ ആരോ ആയിക്കോട്ടെ, ഈ കുട്ടികളോട് നോ നോ എന്ന് പറയുന്ന സമയത്ത് അവരെ ആത്മവിശ്വാസവും ധൈര്യവും അല്ലേ നഷ്ടപ്പെട്ടു പോവാ. നിങ്ങളിങ്ങ് വാ, നീ കേറി നോക്ക്. കേറി നോക്കി നോക്ക്. ഒന്നും പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും പറയാനില്ല. വരച്ചോ എന്നാ പറയണ്ടേ. പിന്നെ വൃത്തിയുടെ ഇതിന്റെ ബാക്കിയാ ബെഡ്റൂമിൽ. വാ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കുഴപ്പമില്ല, ഞാൻ പറയാം മാഡം, പറയാം, തീർച്ചയായിട്ടും പറയാം. എന്നാ നിങ്ങൾ ഇരിക്കും. അശോട്ടാ 2 ചായ. മോള് നന്നായിട്ട് വരക്കുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ മോളോട് പറയേണ്ടത്, മോള് നന്നായി വരക്കുന്നുണ്ട്, കൺഗ്രാറ്റ്സ് എന്ന് ആദ്യം പറയണം. മോള് ചുമരുമ്മിൽ വരക്കുന്നതിന് പകരം നമുക്ക് ചാർട്ട് പേപ്പറിൽ വരച്ചാലോ എന്ന് ചോദിച്ചാൽ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി ഒരിക്കലും നശിച്ചു പോവില്ല. നല്ല ആത്മവിശ്വാസവും ധൈര്യവും കിട്ടുകയും ചെയ്യും. ഇത് നിങ്ങൾ പറഞ്ഞ ശരി തന്നെ. ഈ കിടക്കയിൽ കളിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയണ്ടേ? കണ്ടേ നിങ്ങൾ അതിന്റെ കോലം കിടക്കേണ്ടേ? കിടക്കയിൽ കളിക്കുന്നൊരു കുട്ടീനോട് നമ്മൾ പറയേണ്ടത്, മോള് നന്നായി കളിക്കുന്നുണ്ട്, കൺഗ്രാറ്റ്സ് എന്ന് ആദ്യം പറയണം. അതിന് ശേഷം പറയാം, നമുക്ക് ഈ കിടക്കയിൽ കളിക്കുന്നതിന് പകരം പുറത്തും വരാന്തയിലും ഒരുപാട് സ്ഥലമില്ലേ, നമുക്ക് അവിടെ നിന്ന് കളിച്ചാലോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നോ എന്ന് പറയുന്നുമില്ല, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുമുണ്ട്. അവിടെയാണ് കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിയും ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ വർദ്ധിക്കുക. ഇല്ലെങ്കിൽ വല്ലാത്തൊരു നെഗറ്റീവ് തരത്തിലേക്ക് കുട്ടി മാറിപ്പോവും. ഓക്കെ. അല്ല, ഇതല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയുന്നത്? അത് ഞാനൊരു പുസ്തകം വായിച്ചതാണ്, പോസിറ്റീവ് പാരൻറ്റിങ് എന്ന് പറയുന്നൊരു പുസ്തകം. ഒരുപാട് ലക്ഷക്കണക്കിന് രക്ഷിതാക്കൾ അത് വായിച്ചിട്ട് മാറിയിട്ടുണ്ട്. അതെയാ, അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാ? സാറേ, എങ്ങനെയെങ്കിലും ആ പുസ്തകം ഒന്ന് സംഘടിപ്പിച്ചെന്നേ. 2 പുസ്തകം വേണം, ഒന്നെനിക്കും ഒന്നെൻ്റെ ലയമോക്കും. മാഡം, നിങ്ങളെ ഭാഗ്യം കൊണ്ട് 2 പുസ്തകം ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ശരിക്കും ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3000 രൂപയാണ്. പക്ഷെ നിങ്ങൾക്കായതുകൊണ്ട് ഞാൻ 2000 രൂപയ്ക്ക് ഇത് തരാൻ പോവാം. ഹാപ്പി അല്ലേ? ഞാൻ എന്നാൽ ജീപേ ചെയ്യാം. ഓ ആയിക്കോട്ടെ. കുഞ്ഞു മനസ്സിൻ വർണ്ണനകൾ. ആഹാ, എന്റെ മോള് നല്ലോണം വരക്കുന്നുണ്ടല്ലോ. ചുമരുമല വരക്കുന്നതിന് വരെ നമുക്ക് പേപ്പറിൽ വരച്ചാലോ? കൈവിരൽ തുമ്പിലെ ആദ്യാക്ഷരങ്ങൾ.